കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഓടുന്നത് എയിംസിനെതിരെയാണ്. ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമെന്നും എപ്പോൾ വരുമെന്നുള്ള വലിയ ട്രോളാണ്. അത് സുരേഷ് ഗോപിയൊക്കെ ആണ് പറഞ്ഞിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി മിണ്ടുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ വരുന്നു. പക്ഷേ അതിനിടയിൽ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ച വളരെ ബൃഹത്തായ ഒരു പദ്ധതി ഇവിടെ ചർച്ച ചെയ്യാതെ പോയി. മലയാളിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. ചാനലുകളുടെയൊക്കെ ഒരു പ്രശ്നം അതാണ്. എപ്പോഴും അവർ വൺ സൈഡാണ് കാര്യങ്ങളിൽ. ആ വൺ സൈഡ് ആവരുത്. കാര്യങ്ങൾ ഡബിൾ സൈഡ് പറയണം. കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം തന്നില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം തന്നു. ആ തന്ന കാര്യം പറയണം. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ചും കേരളത്തിൻ്റെ പരിസ്ഥിതി സംബന്ധിച്ചൊക്കെ വലിയ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻകാർക്കും അതിനകത്ത് വലിയ താല്പര്യമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാർ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കരാറിൽ ഇത് വലിയ ഒരു സാധ്യതയായിട്ട് വരുന്ന സാധ്യതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആൾ ഇന്ത്യ ആയുർവേദ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 3 എണ്ണത്തിൽ ഒരെണ്ണം കേരളത്തിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ 1300 കോടിയാണ് വച്ചിരിക്കുന്നത്. ആയുഷ് വകുപ്പിന് മാത്രം തന്നെ 448, 450, 500 കോടിയോളം രൂപ ആയുഷിനുണ്ട്. ആയുഷ് ഫാർമസികളും ടെസ്റ്റിംഗ് ലാബുകളും എല്ലാം നവീകരിക്കും. അതുപോലെ തന്നെ ഗുജറാത്തിലെ ലോകാരോഗ്യ സംഘടനയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര കേന്ദ്രം നവീകരിക്കും. അത് ഗുജറാത്തിലുള്ളതിനെ നവീകരിക്കും. പക്ഷേ കേരളത്തിന് വളരെ വലിയ ഒരു സാധ്യതയാണ് ആയുർവേദത്തിൻ്റെ രംഗത്തിലൂടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആയുർവേദം ഇവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ്. വെസ്റ്റേൺ ചികിത്സാ രീതികൾ വന്നപ്പോൾ, പാശ്ചാത്യ ചികിത്സാ രീതി വന്നപ്പോൾ, പ്രത്യേകിച്ച് അലോപ്പതി വന്നപ്പോൾ, അത് കോടാനുകോടി രൂപയുടെ റിസർച്ച് അതിനകത്ത് നടത്താനുള്ള പണം ഐക്യരാഷ്ട്ര സഭയുടെ ഇതിൽപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ വരുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ വന്നതിന് ശേഷമാണ് ഈ യുദ്ധത്തിൽ നിന്ന് ആളുകൾ ഒഴിവായത്. അത് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ വരുന്നതിന് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക അതുവരെ ചെയ്തിരുന്ന ഒരു തന്ത്രം, ഇപ്പോഴും ആ തന്ത്രം അതിനുശേഷവും തുടർന്നു. പക്ഷേ എങ്കിലും ആ തന്ത്രം ഇപ്പോൾ അത്ര കണ്ട് വിജയിക്കുന്നില്ല. കാര്യം എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഇപ്പോൾ ആയുധങ്ങളുണ്ട്, പിന്നെ ആണവായുധങ്ങളുണ്ട്. ആരുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞൂടാത്ത രീതിയിൽ ആണവായുധങ്ങളുണ്ട്. അത് വലിയ വിഷയമാണ്. ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പല രാജ്യങ്ങൾക്കും അറിയില്ല. ആണവായുധ കരാറുകളും ചിട്ടകളും ഒക്കെ ഉണ്ടെങ്കിലും പല രാജ്യങ്ങളുടെ കയ്യിലും എത്ര ഗുണ്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക പ്രയാസമാണ്. അതുകൊണ്ടിപ്പോൾ ഒരു 3-ാം ലോക മഹായുദ്ധമൊക്കെ എത്ര പറഞ്ഞാലും വരാൻ പ്രയാസമാണ്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് അടക്കമുള്ള അമേരിക്കയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു കാര്യം മനസ്സിലായി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽസ്. അങ്ങനെ അലോപ്പതി മരുന്നിലേക്ക് വളരെ വലിയ തോതിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പോയതോടൊപ്പം തന്നെ വലിയ പരസ്യവും വന്നിരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആയുർവേദക്കാരൊക്കെ എത്ര മനസ്സിലാക്കി ഇതിനെതിരെ എത്ര പ്രതിരോധിച്ചു എന്നുള്ളതൊക്കെ വേറെ വിഷയം. ഒരാപ്പിൾ ഒരു ദിവസം കഴിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് വലിയ തോതിലാണ് അലോപ്പതി ഡോക്ടർമാർ ഇവിടെ പ്രചരിപ്പിച്ചത്. ആപ്പിളിനെ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ആയിരുന്നില്ല, അത് മറ്റൊരു കച്ചവട തന്ത്രമായിരുന്നു. അതുപോലെ തന്നെ ഷുഗറിൻ്റെ, BP-യുടെ ഒരുപാട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും, തണുപ്പുള്ള രാജ്യം, ചൂടുള്ള രാജ്യം, പല തരത്തിലാണ് ഓരോ രാജ്യത്തിൻ്റെയും കാലാവസ്ഥയും ഭക്ഷണ രീതിയൊക്കെ. അതൊന്ന് മനസ്സിലാക്കാതെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി അത് തന്നെ ലോകത്തെല്ലായിടത്തും കൊണ്ടുപോയി പ്രചരിപ്പിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വലിയ പരസ്യം കൊടുത്തു. അതുപോലെ തന്നെ അവർ മെഡിക്കൽ റെപ്പുമാരെ വെച്ചിട്ടുണ്ട്. ആയുർവേദത്തിന് മെഡിക്കൽ റെപ്പുമാരില്ല, ഇത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അലോപ്പതിക്ക് മെഡിക്കൽ റെപ്പുമാരുണ്ട്. ഈ മെഡിക്കൽ റെപ്പുമാർ എല്ലാ മരുന്നുകൾ, അവർ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ ഡോക്ടർമാരെ കണ്ടിട്ട്, ഡോക്ടർമാരെ നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അവർ ഡ്രസ്സൊക്കെ ചെയ്ത് വേറെ ലൈനിലൊക്കെ നിന്ന് സായിപ്പമ്മനെ പോലെ ടൈയും കോട്ടൊക്കെ കെട്ടി വന്ന് ഇവർ മരുന്ന് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും ഡോക്ടർമാർക്ക്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ആ മരുന്നുകൾ കൃത്യമായി ഇവിടെ എഴുതി കൊടുക്കുന്ന രീതിയുണ്ട് അലോപ്പതിയിൽ. അവർക്ക് ഫ്രിഡ്ജ് കൊടുക്കുന്ന കഥകളുണ്ട്, TV വാങ്ങിച്ചു കൊടുക്കുന്ന കഥകളുണ്ട്, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്ന കഥകളുണ്ട്, പണം നേരിട്ട് കൊടുക്കുന്ന കഥകളുണ്ട്. വലിയ കഥയാണ്. ഇനി തമാശ എന്തെന്ന് പറഞ്ഞാൽ, ഈ പർട്ടിക്കുലർ ഡോക്ടർ എഴുതുന്ന പർട്ടിക്കുലർ മെഡിസിൻ പർട്ടിക്കുലർ മെഡിക്കൽ സ്റ്റോറിലേ കാണുകയുള്ളൂ.
അപ്പോൾ അവിടെ നിന്ന് വിറ്റ് പോകുന്നതിനനുസരിച്ച് കമ്പനി എന്ത് കൊടുക്കും? കമ്പനി ഡോക്ടർക്ക് കമ്മീഷൻ എത്തിക്കും. ഇതൊക്കെ വളരെ കൃത്യമായി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ IMA ഒക്കെ ഇതിനകത്ത് ചെന്നുപെട്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന സംഘടനയാണ്. IMA കാർ കൈക്കൂലി വാങ്ങിക്കുന്നുവെന്നോ അഴിമതി നടത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വലിയൊരു സംഘടനയാണ്. അതുകൊണ്ട് ആ ഒരു സംഘടനയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ സംഘടനയിൽ ഇരിക്കുന്ന വ്യക്തികളിൽ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പ്രസ്ഥാനം വേറെ, സംഘടന വേറെ, വ്യക്തികൾ വേറെ. ആ വ്യക്തികളിൽ പെടുന്ന ഡോക്ടർമാരും ഇത് കണ്ടില്ല. കാരണം ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് കോടാനുകോടി രൂപയുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് പ്രൊമോട്ട് ചെയ്യാൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഞാനീ പറഞ്ഞ പോലെ മെഡിക്കൽ റെപ്പിനെയൊക്കെ വെച്ച് ഡോക്ടർമാരെ മോഹിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റ് ഇൻസെൻറ്റീവുകൾ കൊടുത്ത് ഇതിനെ പ്രചരിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ വീണ് പോയ ഒരു ശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ആയുർവേദം പലപ്പോഴും. പക്ഷേ ഇപ്പോൾ കയറി വരുന്നുണ്ട്. എന്നാൽ പോലും അതിലൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അലോപ്പതി കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി? വളരെ കുറച്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ. നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ആയുർവേദം ഇവിടെ ഉണ്ടായിരുന്നു. അത് അവർ പല രൂപത്തിലുള്ള ചികിത്സാ രീതികൾ ചെയ്തിരുന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് വികസിപ്പിക്കും. ഇപ്പോൾ ഗുളികയൊക്കെ ടാബ്ലറ്റ് ഫോമിലും ടോണിക്കിൻ്റെ ഫോമിലും ഒക്കെ കഷായമൊക്കെ പിന്നെ അല്ലാതെ തന്നെ മറ്റേത് അന്നന്ന് വെച്ച് അപ്പോൾ കുടിക്കുക 24 മണിക്കൂറത്തെ കഷായം കുടിക്കണമെന്നൊക്കെയാണ്. പക്ഷേ ആ കാലമൊക്കെ മാറി. ഇപ്പോൾ കഷായം പോലും വാങ്ങാൻ കിട്ടുന്ന കഷായപ്പൊടി, കഷായമൊക്കെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലേക്കൊക്കെ കുറേ റിസർച്ച് പോയിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് റിസർച്ചുകൾ, പല അസുഖങ്ങളെയും ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചുകൾ നടക്കേണ്ട മേഖലയാണ് ആയുർവേദം. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് വലിയ സഹായമായിരിക്കും. ഇവിടെ നമ്മൾ ഈ ആയുർവേദത്തെയൊക്കെ തള്ളിപ്പറയുന്ന ഒരുപാട് നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്, യുക്തിവാദികളും നേതാക്കളും. പക്ഷേ അതിൽ മഹാഭൂരിപക്ഷം പേര്, എനിക്ക് ഒരുപാട് പേരറിയാം, ഈ കർക്കിടക ചികിത്സയ്ക്ക് ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പൂജപ്പുരയിലെ തിരുവനന്തപുരം പൂജപ്പുരയിലെ പഞ്ചകർമ്മ സെൻ്ററിലായാലും തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ സെൻ്ററിലൊക്കെ വലിയ തിരക്കാണ്, ക്യൂ ആണ്. അവിടെ ഡേറ്റ് കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലും, നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളിലും നൂറുകണക്കിന് നേതാക്കൾ പോയി ആ ചികിത്സാരീതി അവൈൽ ചെയ്യുകയും എൻജോയ് ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്യും. പുറത്തിറങ്ങി അതല്ല അലോപ്പതിയാണ് നല്ലതെന്നൊക്കെ പറയും. പക്ഷേ അലോപ്പതിയാണോ നല്ലത്, ആയുർവേദമാണോ നല്ലത്, ഹോമിയോ ആണോ നല്ലതെന്നുള്ള ചർച്ചയ്ക്കപ്പുറം വളരെ ഹോളിസ്റ്റിക്കായിട്ടുള്ള മനുഷ്യന് ഹോളിസ്റ്റിക്കായിട്ടുള്ള ചികിത്സാ രീതി കൊടുക്കണം. അതിൽ ആയുർവേദത്തിന് ഇപ്പോൾ വലിയൊരു സാധ്യതയാണ് വന്നിരിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് കിട്ടാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ MPമാരും മറ്റുള്ളവരും അതിനുവേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും മന്ത്രിമാരുണ്ട് 2 പേർ, അവർ ശ്രമിക്കണം. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ആയുർവേദത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാറിലേർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് അതൊരു വലിയ വരുമാന വർധന പരിപാടി, സാമ്പത്തിക ഉത്തേജനം നൽകുന്ന പരിപാടി കൂടിയായിരിക്കും. അതിനനുസരിച്ച് ഉയരാൻ ആയുർവേദക്കാർക്കും കഴിയട്ടെ.